ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെള്ളുള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പല്ലി പാറ്റ ഓടിക്കാമെന്നാണ് കേട്ടോ. അപ്പം അതിനായി ഞാനിത് വെള്ളുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി കളയരുത് കേട്ടോ, തൊലിയെടുക്കാം നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്കിത് ഇത് തൊലിയോടുകൂടി തന്നെ നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല തിളപ്പിച്ച വെള്ളമാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ. അതായത് ഇതിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ എസൻസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. നന്നായി നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതായിരിക്കും ഇതിനേക്കാളും കൂടുതൽ ഇന്നുകൂടെ ബെറ്ററായി കിട്ടുക. ഇതിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഡെറ്റോളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡെറ്റോൾ നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡെറ്റോളും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേയുടെ ബോട്ടിലാണ്. അതായത് ഞാനത് ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് ശേഷം ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഹോൾസ് ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. നമ്മൾ പപ്പടക്കോലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ തന്നെ അതുപോലെ ഒരു ഓട്ടയാവും. ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനത് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മിശ്രിതമാണ് നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കിച്ചൻ്റെ ഇതുപോലുള്ള കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ വരുന്ന പ്രാണികളൊക്കെ നമുക്ക് പോക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ അടിയിലൊക്കെ പലതരത്തിലുള്ള പ്രാണികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നെങ്കിൽ തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാൻ തന്നെ മതി കേട്ടോ. ഗ്യാസിൻ്റെ അടിയിലുള്ള തരം പ്രാണികളൊക്കെ നമുക്കൊന്ന് മാറി കിട്ടും. അതുപോലെ കിച്ചൻ്റെ ഈ ഒരു ജോയിൻറ്റിലൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഉറുമ്പ് വരുന്നതിനൊക്കെ അതുപോലെ തന്നെ പ്രാണികളൊക്കെ വരുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ.